യുകെയിൽ വെച്ച് സഹപ്രവർത്തകയെ ലൈംഗികമായി പീഡിപ്പിച്ച് നാട്ടിലേക്ക് രക്ഷപ്പെട്ട മലയാളി യുവാവിനെ ഇന്റർപോളിന്റെ സഹായത്തോടെ കേരളത്തിലെത്തി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുകയാണ് ബ്രിട്ടൻ. നൈജിൽ പോൾ എന്ന 47 വയസ്സുള്ള മലയാളി മെയിൽ നേഴ്സിനെയാണ് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോ കോടതി 7 വർഷത്തെ കഠിന തടവിന് ശിക്ഷിച്ചിരിക്കുന്നത്. 2018 കുറ്റകൃത്യം നടത്തിയ നൈജിൽ 2019 നാട്ടിലേക്ക് മുങ്ങുകയായിരുന്നു. 6 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇയാൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഈ കേസിനെ കുറിച്ചാണ് ഇന്നത്തെ ജനറൽ ഡയറി. സ്വാഗതം. സ്കോട്ട്ലാൻഡിലെ ഹാമിൽട്ടണിലെ ഒരു കെയർ ഹോമിൽ മാനേജറായിരുന്നു മലയാളിയായ നൈജിൽ പോൾ. ഇയാൾക്ക് ബ്രിട്ടീഷ് പൗരത്വം ഉണ്ടായിരുന്നു. 2018 നൈജിൽ തന്റെ സഹപ്രവർത്തകയായ 26-കാരിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയത്. 2018 ഏപ്രിലിൽ പരാതിക്കാരിയായ സ്ത്രീ ഓഫീസിൽ തനിച്ചായിരുന്ന സമയത്താണ് നൈജിൽ ഈ കുറ്റകൃത്യം ചെയ്തത്. പീഡനത്തിനിരയായ യുവതി അസുഖം കാരണം കുറച്ചു ദിവസം ലീവ് എടുത്തിരുന്നു. ഇക്കാരണത്താൽ ഉണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് അവർ തന്റെ മേലധികാരികളോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇക്കാര്യം പറഞ്ഞുകൊണ്ടാണ് നൈജിൽ യുവതിയെ സമീപിക്കുന്നത്. തുടർച്ചയായി ലീവ് എടുത്തത് കാരണം ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് യുവതിയെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു നൈജിൽ ആദ്യം ചെയ്തത്. ജോലി നഷ്ടപ്പെടാതിരിക്കാൻ താൻ പറയുന്നത് അനുസരിക്കണമെന്നും അല്ലെങ്കിൽ കുട്ടികൾക്കൊപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട അവസ്ഥ ഉണ്ടാകുമെന്നും പറഞ്ഞു. സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ച് തനിക്കറിയാമെന്നും തന്റെ ഇംഗിതത്തിന് വഴങ്ങിയാൽ കുട്ടികൾക്കൊപ്പം വീട്ടിൽ സുരക്ഷിതമായിരിക്കാമെന്നും അല്ലെങ്കിൽ തന്റെ അധികാരം ഉപയോഗിച്ച് ജോലി കളയുമെന്നും നൈജിൽ ഭീഷണിപ്പെടുത്തി. ഭീഷണിക്ക് വഴങ്ങാതിരുന്ന യുവതിയെ നൈജിൽ പിന്നീട് അവിടെ വെച്ച് ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തി ബലാത്സംഗം ചെയ്യുകയാണ് ഉണ്ടായത്. ഇക്കാര്യം പുറത്ത് ആരോടെങ്കിലും പറഞ്ഞാൽ ജോലി നഷ്ടപ്പെടുത്തുമെന്നും കുട്ടികൾക്കൊപ്പം തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുമെന്നും നൈജിൽ ഭീഷണിപ്പെടുത്തിയിരുന്നു. തനിക്കിവിടെ പൗരത്വമുണ്ടെന്നും അതിനാൽ തന്നെ താൻ പറയുന്നതായിരിക്കും ആളുകൾ വിശ്വസിക്കുക എന്നും നൈജിൽ യുവതിയോട് പറഞ്ഞിരുന്നു. യുവതി പരാതിപ്പെട്ടാൽ പോലും ആരും അത് വിശ്വസിക്കില്ല എന്നും നൈജിൽ യുവതിയെ ഭീഷണിപ്പെടുത്തിയിരുന്നു. എന്നാൽ പീഡനത്തിനിരയായ യുവതി ഭീഷണി വകവയ്ക്കാതെ പരാതിയുമായി മുന്നോട്ട് പോയതോടെയാണ് നൈജിൽ വെട്ടിലായത്. യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ 2019 വിചാരണ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ നൈജിൽ കോടതിയിൽ ഹാജരാവുകയും ചെയ്തിരുന്നു. എന്നാൽ കേസിൽ ശിക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പായതോടെ രണ്ടാം ഘട്ടത്തിൽ കോടതിയിൽ ഹാജരാകേണ്ടിയിരുന്നതിന് തൊട്ടു മുന്നേ നൈജിൽ നാട്ടിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു. രോഗിയായ പിതാവിനെ ശുശ്രൂഷിക്കണമെന്ന് പറഞ്ഞാണ് നൈജിൽ നാട്ടിലേക്ക് രക്ഷപ്പെട്ടത്. പിന്നീട് 6 വർഷത്തോളം നിയമ നടപടികളുമായി അദ്ദേഹം സഹകരിക്കുകയും ചെയ്തില്ല. ഇതോടെയാണ് ബ്രിട്ടൻ ഇന്റർപോളിന്റെ സഹായത്തോടെ നൈജിലിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത്. ഈ പരാതി കൂടാതെ നൈജിലിനെതിരെ മറ്റ് 2 സഹപ്രവർത്തകർ കൂടി പരാതി നൽകിയിരുന്നു. 19 വയസ്സുള്ള ഒരു കെയർ അസിസ്റ്റന്റിനോട് ലൈംഗിക ഉദ്ദേശത്തോടു കൂടി പെരുമാറുകയും ബലം പ്രയോഗിച്ച് ചുംബിക്കുകയും ചെയ്തതാണ് മറ്റൊരു കേസ്. 21 വയസ്സുള്ള മറ്റൊരു കെയർ അസിസ്റ്റന്റിനെയും ഇയാൾ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചതായും പരാതിയുണ്ട്. 2025 ഡൽഹി ഹൈക്കോടതി വഴി ബ്രിട്ടൻ നൈജിലിനെ തിരികെ സ്കോട്ട്ലാൻഡിൽ എത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചത്. കോടതി ഇതിന് അനുമതി നൽകുകയും ചെയ്തു. പിന്നാലെ ഇന്റർപോളിന്റെയും നയതന്ത്ര ഉദ്യോഗസ്ഥരുടെയും സഹായത്തോടെ കേരളത്തിൽ വന്ന് പിടികൂടി സ്കോട്ട്ലാൻഡിലെ കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു. ഈ വർഷം ഫെബ്രുവരിയിലാണ് ഇന്റർപോൾ നൈജിലിനെ പിടികൂടി ബ്രിട്ടനിലേക്ക് നാടുകടത്തിയത്. കോടതിയിൽ നൈജിൽ കുറ്റം സമ്മതിച്ചിട്ടുമുണ്ട്. കുറ്റം സമ്മതിച്ചെങ്കിലും പീഡനത്തിനിരയായവരെ കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള വാദങ്ങളാണ് ഇപ്പോഴും നൈജിലിന്റെ ഭാഗത്തു നിന്നുള്ളത് എന്നും കോടതി കണ്ടെത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, പൗരത്വം കാണിച്ച് ഭീഷണിപ്പെടുത്തിയാണ് ഇയാൾ കുറ്റകൃത്യങ്ങൾ ചെയ്തതെന്നും ഇത് ഗുരുതര സ്വഭാവമുള്ളതാണെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. നൈജിൽ മുൻകൂട്ടി ആസൂത്രണം ചെയ്താണ് കുറ്റം ചെയ്തിട്ടുള്ളതെന്നും ഇരയായ യുവതിയെ ഇയാൾ നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നതായും ശിക്ഷാവിധിയിൽ പറയുന്നു. 7 വർഷവും 9 മാസവും കഠിന തടവാണ് നൈജിലിന് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ശിക്ഷാ കാലാവധിക്ക് ശേഷം 2 വർഷം കൂടി നൈജിൽ പോലീസിന്റെ നിരീക്ഷണത്തിലായിരിക്കും. കൂടാതെ നൈജിലിന്റെ പേര് ലൈംഗിക കുറ്റവാളികളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുമെന്നും ഗ്ലാസ്ഗോ കോടതി പറഞ്ഞിട്ടുണ്ട്.